രഘുനാഥ് നാരായണ ഹരിപ്പാടുണ്ട്. ഹരിപ്പാടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ കേന്ദ്രസേനയൊക്കെ ഇപ്പോഴും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. അവരവിടെ തുടരുകയാണ്. രഘു, നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു, അവിടെ ഇടപെട്ടു എന്നൊക്കെ അറിയുന്നു. നിലവിൽ എല്ലാവരും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയോ? സമാധാനപരമായോ കാര്യങ്ങൾ? ഇല്ല, പൂർണ്ണ അർത്ഥത്തിൽ ഇരു വിഭാഗത്തിലെയും പ്രവർത്തകർ തിരിഞ്ഞു പോയിട്ടില്ല. പ്രധാനപ്പെട്ട UDF പ്രവർത്തകരുടെ ആരോപണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് UDF പ്രവർത്തകരെ മാത്രം മാറ്റിവിടുന്നു, മറ്റുള്ളവരെ മാറ്റിവിടുന്നില്ല എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെ പരാതി. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഇപ്പോഴും ഈ നഗരം കേന്ദ്രീകരിച്ച് നിൽപ്പുണ്ട്. മുതിർന്ന നേതാക്കളടക്കം സ്ഥലത്ത് ഉണ്ട്. ഇപ്പോൾ ഹരിപ്പാടിന്റെ മുൻ MLA-യും CPM-ന്റെ ജില്ലയിലെ മുതിർന്ന നേതാവുമായ TK ദേവകുമാർ എന്നോടൊപ്പം ഉണ്ട്. ഈ സംഘർഷമൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇവിടെ സംഘർഷമൊന്നുമില്ല. നീ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ഉണ്ടാക്കിയ സംഘർഷമാണ്. ഇവിടെ വന്ന പിള്ളേർ അവിടെ നിൽക്കുകയായിരുന്നു. ഇവിടെ കോൺഗ്രസിനെ നിൽക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ പോലീസ് ഓഫീസർ വളരെ മോശമായി എന്നോട് ഉൾപ്പെടെ സംസാരിച്ചു. എന്നെ കയറി കേസെടുക്കുമെന്ന് പറഞ്ഞു. അവർ പ്രകോപനം ഉണ്ടാക്കിയതാണ്. അടിച്ചത് മുഴുവൻ LDF-കാർ പിള്ളേരെയാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് അവർ കല്ലെടുത്തു. എന്നിട്ട് അവരൊന്നും ചെയ്തില്ല. അതിൽ ഏകപക്ഷീയമായ സമീപനം എടുത്ത് ചില പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ UDF പ്രവർത്തകർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പ്രേരകമായ തരത്തിലാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ ഇടപെട്ടത്. മനസ്സിലായോ? അതിൽ ഞാൻ പിള്ളേരെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. പോലീസിൻ്റെ കൂടുതൽ സേനയെ വിളിച്ചു വരുത്തി. എനിക്കറിയാമായിരുന്നു പ്രകോപനം ഉണ്ടാക്കി പിള്ളേരെ തല്ലാനാന്ന്. എൻ്റെ പിള്ളേരെ തല്ലുകൊള്ളിക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവരെ എല്ലാം പറഞ്ഞു വിട്ടത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആളുകളെ പറഞ്ഞു വിടാൻ അവർ തയ്യാറാകാതെ നിൽക്കുക. മനസ്സിലായില്ലേ? ഒരു ഏകപക്ഷീയമായ സമീപനം ചില പോലീസുകാരുണ്ടാക്കി. അവരൊരു തന്ത്രം ഉണ്ടാക്കി, ഒരു സംഘർഷം ഉണ്ടാക്കി. കണ്ടില്ലേ, പോലീസിനെ വരുത്തി കണ്ടില്ലേ? അവരെ കൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ തല്ലിക്കാനാണ്. തല്ലി കൊള്ളിക്കത്തില്ല എന്നുള്ള ധാരണയാണ് ഞാനിന്ന്. നമുക്ക് ഒരു സംഘർഷത്തിനായി വന്നിട്ടുണ്ടോ? എവിടെ ഇപ്പോൾ സംഘർഷമൊന്നുമില്ല. നമ്മുടെ പിള്ളേരെല്ലാം പോയി. LDF-ന്റെ മുഴുവൻ പിള്ളേരും പോയി. ഈ നേതാക്കന്മാർ, നിങ്ങൾ ഇരുകൂട്ടരും നേതാക്കന്മാരൊക്കെ സംസാരിച്ച് അവരതിനൊന്നും നിന്നില്ല. ഞാൻ ജോൺ തോമസിനെ വിളിച്ച് സംസാരിച്ചു. ജോൺ തോമസ് എന്നോട് സംസാരിച്ചു. പക്ഷേ എല്ലാവരും എപ്പോഴും നിൽക്കുന്നവരുടെ നിന്നില്ല അവർ. അത് അവരുടെ പുതിയ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.